തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി വയനാട്ടിൽ കിറ്റ് വിവാദം. വോട്ടർമാരെ സ്വാധീനിക്കാൻ ബി.ജെ.പി വ്യാപകമായി ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നുവെന്നാരോപിച്ച് എൽ.ഡി.എഫും യു.ഡി.എഫും രംഗത്തെത്തി. 1500ഓളം കിറ്റുകളാണ് ബത്തേരിയിൽ നിന്ന് പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബത്തേരിയിലെ മൊത്തവിതരണ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ കണ്ടെത്തിയത്. പഞ്ചസാര, ചായപ്പൊടി, വെളിച്ചെണ്ണ, ബിസ്ക്കറ്റ്, റസ്ക്, സോപ്പുപൊടി തുടങ്ങിയവയായിരുന്നു കിറ്റിലുണ്ടായിരുന്നത്. ചില കിറ്റുകളിൽ വെറ്റില, അടയ്ക്ക, പുകയില എന്നിവയും കണ്ടെത്തി. വയനാട്ടിലെ ആദിവാസി മേഖലകളിൽ വോട്ടിനായി വിതരണം ചെയ്യാനാണ് കിറ്റുകൾ തയ്യാറാക്കിയതെന്ന് എൽ.ഡി.എഫും യു.ഡി.എഫും പരാതി നൽകി. ബി.ജെ.പി പ്രാദേശിക നേതാക്കളാണ് കിറ്റുകൾക്കായി ഓർഡർ നൽകിയതെന്നും ആരോപണമുണ്ട്. മാനന്തവാടി 5-ാം മൈലിലും കൽപ്പറ്റ മേപ്പാടി റോഡിലും പരാതിയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ബി.ജെ.പി എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമാണ്. കിറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവിടെ ബന്ധപ്പെട്ടത് ബി.ജെ.പിയുടെ പ്രാദേശികമായിട്ടുള്ള പ്രമുഖ നേതാക്കന്മാരാണ്. അവരെ ഞങ്ങൾക്കറിയാം, അവരുടെ നമ്പർ ഞങ്ങൾക്കറിയാം. ഇവിടെ വന്നിരിക്കുന്ന കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചുള്ള വ്യക്തതയുണ്ട്. ഞങ്ങൾ വളരെ കൃത്യവും ആധികാരികവുമായിട്ടുള്ളതായിരിക്കുന്ന അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ബത്തേരിയിൽ 470ഓളം കിറ്റുകൾ വിതരണം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി കിറ്റുകൾ വാഹനത്തിലും കടയുടെ മുന്നിൽ നിന്നും കണ്ടെത്തി. കടയുടമയുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തി. മാനന്തവാടി 5-ാം മൈലിലും കൽപ്പറ്റ മേപ്പാടി റോഡിലും CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. വിഷയത്തിൽ പ്രതികരിക്കാൻ ബി.ജെ.പി നേതൃത്വം തയ്യാറായിട്ടില്ല. 24 വയനാട്.